ഹായ് ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ, ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. വൈക്കം സത്യാഗ്രഹം 100ാം വാർഷികം, ശതാബ്ദി ആഘോഷം. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം പെരിയാറിൻ്റെ ഒരു പ്രതിമയും, നവീകരിച്ച പ്രതിമയും അദ്ദേഹം വൈക്കത്ത് ഉദ്ഘാടനം ചെയ്യും. അതായത് 1924 വൈക്കം സത്യാഗ്രഹ സമയത്ത് പെരിയാർ EV രാമസ്വാമി വൈക്കത്ത് വന്നിരുന്നു. അതോടൊപ്പം മറ്റൊരു പ്രതിമ ആലപ്പുഴയിലെ അരിക്കുറ്റിയിൽ തമിഴ്നാട് നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ആലപ്പുഴയിലെ അരിക്കുറ്റിയിൽ 1924 അദ്ദേഹം ജയിലിൽ കിടന്നിരുന്നു. ഏകദേശം 1 മാസത്തോളം അദ്ദേഹം ജയിലിൽ തടവ് അനുഭവിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്മരണയ്ക്കായിട്ടാണ് വൈക്കത്തൊരു പ്രതിമയും അതോടൊപ്പം ആലപ്പുഴയിൽ അരിക്കുറ്റിയിൽ ഒരു പ്രതിമയും നിർമ്മിക്കുന്നത്. വൈക്കത്ത് നവീകരിച്ച പ്രതിമ, അതിൻ്റെ ചെലവ് മൊത്തം തമിഴ്നാടായിരുന്നു. ഏകദേശം തമിഴ്നാട് ഉടമസ്ഥതയിലായിരുന്നു. ഏകദേശം 8.5 കോടി രൂപ മുടക്കിയാണ് തമിഴ്നാട് ഈ പ്രതിമ നവീകരിക്കുന്നതെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേരളത്തിലെത്തുന്നതും. അതോടൊപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പിണറായി വിജയനായിരിക്കും വേദിയിൽ മുഖ്യ അധ്യക്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും. അതോടൊപ്പം കോട്ടയത്ത് കുമരകത്ത് വെച്ച് ഇരുവരും തമ്മിൽ മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നമാണല്ലോ മുല്ലപ്പെരിയാർ പ്രശ്നം. അപ്പോഴത് ഇരുവരും തമ്മിൽ ചർച്ച ചെയ്യുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ആഴ്ച അതായത് ഡിസംബർ 4-ന് തമിഴ്നാട് രണ്ട് ലോറി മണലുമായിട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനായിട്ട് കേരളത്തിന് അനുമതിയില്ലാതെ 2 ലോറി മണലുമായി വന്നിരുന്നു. പക്ഷേ കേരള വനംവകുപ്പ് അത് തടഞ്ഞിരുന്നു. അപ്പോൾ ഇത് തമിഴ്നാട് നിയമസഭയിൽ അവിടുത്തെ പ്രതിപക്ഷം ഉന്നയിക്കുകയും ADMK ഉന്നയിക്കുകയും അത് വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്തപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിലെത്തുന്ന സ്റ്റാലിൻ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നു എന്നാണ്, ഇവിടുത്തെ പിണറായി വിജയനുമായി ചർച്ച നടത്തുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെയാണ് തമിഴ്നാട് മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നുവെന്നാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ വീണ്ടും മുല്ലപ്പെരിയാർ വിഷയം ചർച്ചയിൽ വന്നിരിക്കുകയാണ്. ഇരു സംസ്ഥാനങ്ങൾക്കുമിടയിലുള്ള ആ ഒരു വിഷയം എന്നത് വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു തർക്കവിഷയമാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കേരളത്തിലെത്തുന്ന മുഖ്യമന്ത്രി, തമിഴ്നാട് മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യും. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. അപ്പോൾ മഹാത്മാഗാന്ധി എല്ലാം വൈക്കത്ത് വന്ന് സന്ദർശനം നടത്തിയതാണ്. അത്ര പേരുകേട്ട ഒരു സത്യാഗ്രഹമായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്നത്. രാജ്യം മൊത്തം ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു സത്യാഗ്രഹമായിരുന്നു. ബ്രിട്ടീഷുകാർ പോലും തിരിഞ്ഞു നോക്കിയ, അവരെ പോലും അമ്പരിപ്പിച്ച ഒരു സത്യാഗ്രഹമായിരുന്നു വൈക്കത്ത് നടന്ന 1924 ആ സത്യാഗ്രഹം എന്നത്. അപ്പോൾ അതിൽ പെരിയാർ പങ്കെടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്മരണയ്ക്ക് വേണ്ടിയാണ് അവിടെ ഒരു പ്രതിമ നിർമ്മിക്കുന്നു. പ്രതിമ തമിഴ്നാടിൻ്റെ ഉടമസ്ഥതയിലാണ് നവീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാം ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് MK സ്റ്റാലിൻ കേരളത്തിൽ എത്തുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.